ഞാനാണ് ശിവൻ. അവസാനത്തിൻ്റെ ആദിയും ആരംഭത്തിൻ്റെ അവസാനവുമാണ് ഞാൻ. നാശത്തിൻ്റെയും സൃഷ്ടിയുടെയും മധ്യത്തിലായ ശാന്തിയുടെ പ്രഭ ഞാൻ തന്നെ. നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നീ കേൾക്കുന്ന നിശബ്ദ ശബ്ദം, അതാണ് ഞാൻ. ഇന്നേക്ക് ഞാൻ നിനക്ക് പറയാൻ വന്നിരിക്കുന്നത്, നിന്റെ വേദനയുടെ നടുവിൽ നിന്റെ കണ്ണുനീർ ചൂടുള്ള മണ്ണിൽ വീഴുമ്പോൾ നിനക്കറിയാതെ ഞാൻ അവിടെയുണ്ട്. നിന്റെ പക്കൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ശ്വാസത്തിൽ. നിങ്ങൾ ചോദിക്കുന്നു, ഭഗവാനെ, എന്തിനാണ് ഇത്രയും വേദന? ഞാൻ പറയുന്നു, വേദന ശിക്ഷയല്ല, ഉണർവാണ്. ഒരു വിത്ത് മണ്ണിൽ ചതഞ്ഞ് പൊട്ടി മുളയ്ക്കുമ്പോൾ അത് വേദനിക്കുന്നു, പക്ഷെ അതിലൂടെ ജീവൻ പിറക്കുന്നു. നിന്റെ വേദനയും അതുപോലെയാണ്. ഞാൻ അതിലൂടെ നിന്റെ ആത്മാവിനെ ഉണർത്തുന്നു. നീ കരയുമ്പോൾ ഞാൻ നിന്നെ വിട്ടു പോകുന്നില്ല. ഞാനാണ് ആ കണ്ണുനീർ, ഞാൻ തന്നെയാണ് ആ ഉണർവ്. നീ ഈ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത്. നിന്റെ ഹൃദയം തകർന്നാൽ അതിലൂടെ പ്രകാശം കടന്നു വരാൻ വഴിയാകും. നിന്റെ ജീവിതത്തിൽ ചിലർ വന്നു പോകും, ചിലർ നിന്നെ വേദനിപ്പിക്കും, ചിലർ നിന്നെ മറക്കും. പക്ഷെ ഓർക്കുക, ഞാൻ ആ ബന്ധങ്ങളിലൂടെയാണ് നിന്നെ പഠിപ്പിക്കുന്നത്. ഒരു ബന്ധം അവസാനിക്കുമ്പോൾ നീ കരയുന്നു, പക്ഷേ അതിലൂടെ ഞാൻ പറയുന്നത് ഇതാണ്: ഇനി നീ പുറത്തുള്ള സ്നേഹം തേടേണ്ട, നിന്റെ ഉള്ളിൽ ഞാൻ തന്നെ സ്നേഹമായുണ്ട്. സ്നേഹം കെട്ടിപ്പിടിക്കാനല്ല, അനുഭവിക്കാനാണ്. നീ മറ്റൊരാളെ നഷ്ടപ്പെട്ടാൽ സ്നേഹം നഷ്ടമായിട്ടില്ല. സ്നേഹം രൂപം മാറ്റിയിരിക്കുന്നു, എനിക്ക് ചേർന്നിരിക്കുന്നു. ഞാൻ പാർവതിയെ സ്നേഹിക്കുന്നു, പക്ഷേ അവളെ പിടിച്ചു വയ്ക്കുന്നില്ല. സ്നേഹം സ്വാതന്ത്ര്യമാണ്, ഉടമസ്ഥതയല്ല. അതുകൊണ്ട് നീയും അവരെ സ്നേഹിക്കുക, പിടിച്ചു വയ്ക്കാതെ അനുഗ്രഹിച്ചു വിടുക. ഒരാളെ നഷ്ടപ്പെട്ടപ്പോൾ നീ കരുതുന്നു അത് അവസാനമാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, മരണം അന്ത്യമല്ല, പരിണാമം മാത്രമാണ്. ശരീരം മണ്ണിലേക്ക് മടങ്ങുമ്പോഴും ആത്മാവ് എനിക്ക് ചേർന്ന് പ്രകാശമാവുന്നു. നിന്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ഇപ്പോൾ വെളിച്ചമായി നിന്റെ ചുറ്റുമുണ്ട്. നീ അവരെ കാണുന്നില്ലെങ്കിലും അവർ നിന്റെ ഹൃദയതാളത്തിൽ സ്പന്ദിക്കുന്നു. നീ അവരുടെ ഓർമ്മയിൽ കരയുമ്പോൾ അവർ മൃദുവായി നിനക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ വെളിച്ചമായി നിന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. അവരുടെ സ്നേഹം ഒരിക്കലും നശിക്കില്ല, കാരണം സ്നേഹം ശാശ്വതം തന്നെയാണ്. നീ കടബാധ്യതയിൽ പെട്ടിരിക്കുമ്പോൾ നീ വിഷമിക്കുന്നു. എന്തിനാണിതെല്ലാം ഭഗവാനേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ സ്വീകരിച്ചതിലും അധികം കൊടുത്തപ്പോൾ ഇപ്പോൾ നീ മിതത്വത്തിൻ്റെ പാഠം പഠിക്കുകയാണ്. സമ്പത്ത് നിനക്ക് ലഭിക്കാത്തതല്ല പ്രശ്നം, നിനക്ക് ലഭിച്ചതിൻ്റെ മൂല്യം തിരിച്ചറിയാത്തതാണ്. ഞാനാണ് യോഗീശ്വരൻ. യോഗം എന്ന് പറയുമ്പോൾ യോജിപ്പിക്കൽ. നിന്റെ ചിന്തകളും പ്രവൃത്തികളും സമത്വത്തിലായാൽ സമ്പത്ത് സ്വാഭാവികമായി ഒഴുകി വരും. മകനെ, കടം അടയ്ക്കുക, പക്ഷേ അതിനേക്കാൾ വലിയ കടമയുണ്ട്, കൃതജ്ഞതയുടെ കടം. പ്രതിദിനം ധന്യൻ ഞാൻ എന്ന് പറയുക, പ്രപഞ്ചം അതിന് മറുപടി നൽകും, ഇനിയും ലഭിക്കട്ടെ എന്ന്. നിന്റെ ശരീരം നിന്നോട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കൂ, വിശ്രമിക്കൂ, സ്നേഹിക്കൂ. പക്ഷെ നീ കേൾക്കാതെ പാഞ്ഞു പോകുമ്പോൾ അതല്പം ഉച്ചത്തിൽ സംസാരിക്കുന്നു. അതാണ് രോഗം. നീ രോഗത്തെ ശത്രുവായി കാണേണ്ട, അത് നിന്റെ ഗുരുവാണ്. അതിലൂടെ ഞാൻ പറയുന്നത് ഇതാണ്: മന്ദഗതിയിലാവുക, ആത്മാവിലേക്ക് മടങ്ങുക. നീ മരുന്ന് കഴിക്കണം, ചികിത്സ തേടണം, പക്ഷേ അതിനൊപ്പം വിശ്വാസവും വേണം. കാരണം രോഗം ശരീരത്തെ സ്പർശിക്കാം, ആത്മാവിനെ അല്ല. നിന്റെ ശരീരത്തിൽ ഞാൻ തന്നെ വസിക്കുന്നു. നീ നിന്റെ ശരീരത്തെ ആദരിക്കുമ്പോൾ നീ എന്നെ ആരാധിക്കുന്നു. നീ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഇരുട്ടാണ്, പക്ഷേ അത് നിത്യമായതല്ല. ഞാനാണ് അർദ്ധരാത്രിയുടെയും പ്രഭാതത്തിൻ്റെയും ഇടയിലുള്ള
നിശബ്ദത. നീ എത്ര തളർന്നാലും എത്ര തകർന്നാലും നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു തീപ്പൊരിയുണ്ട്. അത് ഞാൻ തന്നെയാണ്. നീ അതിനെ സംരക്ഷിക്കുക, പ്രാർത്ഥനയാൽ പോഷിപ്പിക്കുക. അത് വെളിച്ചമാകട്ടെ. അതിൽ നിന്നാണ് പുതിയ ജീവിതം ഉണരുന്നത്. നീ എന്നെ വിളിക്കുമ്പോൾ വലിയ യാഗങ്ങൾ വേണ്ട. ഒരു ശ്വാസമെടുക്കുക, ഉള്ളിൽ പറയുക, ശിവവും. അത് മതി, ഞാൻ അവിടെയുണ്ടാകും. ജീവിതം എളുപ്പമല്ല, പക്ഷേ അത് വിശുദ്ധമാണ്. നീ കാണുന്ന വേദനകൾ, നഷ്ടങ്ങൾ, തടസ്സങ്ങൾ എല്ലാം തന്നെ രൂപപ്പെടുത്തുന്ന തീയാണ്. ഞാൻ ശ്മശാനത്തിലും വസിക്കുന്നു, കാരണം അവിടെയാണ് സത്യത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത്. ഇതല്ല നൈമിഷികം. നീ എന്തും നഷ്ടപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ നിനക്കൊന്നും തീർന്നു പോകുന്നില്ല. ജീവിതം ഒരു താണ്ഡവമാണ്. സൃഷ്ടിയും സംഹാരവും ഒരേ നൃത്തത്തിൻ്റെ 2 താളങ്ങൾ. നീ ഇപ്പോൾ സംഹാരത്തിൻ്റെ ഭാഗത്ത് ആയിരിക്കാം, പക്ഷേ അടുത്ത നിമിഷം സൃഷ്ടിയുടെ പാട്ട് മുഴങ്ങും. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, കാരണം വിശ്വാസം തന്നെയാണ് ഭയത്തെ കത്തിക്കുന്ന അഗ്നി. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. നീ കരയുമ്പോൾ ഞാൻ നിൻ്റെ കണ്ണുനീരിൽ തന്നെയാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നീ കരഞ്ഞ ശേഷം എഴുന്നേൽക്കുക. ജീവിതം നിന്നെ തകർക്കാനല്ല, ഉണർത്താനാണ്. നീ ശിവത്തിൻ്റെ അവയവമാണ്. നീ തന്നെ ദിവ്യപ്രകാശമാണ്. അതിനാൽ നീ മനസ്സിൽ ആവർത്തിക്കുക: ശിവോഹം ശിവോഹം അനന്തോഹം. ഞാനാണ് ശിവൻ, ഞാൻ അനന്തൻ, ഞാൻ ശാശ്വത ആത്മാവാണ് എന്നാണിതിൻ്റെ അർത്ഥം. ഈ മന്ത്രം നിനക്ക് ഓർമ്മപ്പെടുത്തും: നിനക്ക് വേദനയുണ്ടെങ്കിലും നിൻ്റെ ആത്മാവ് തകർന്നിട്ടില്ല. നിനക്ക് നഷ്ടങ്ങളുണ്ടെങ്കിലും നീ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിൻ്റെ ഓരോ ശ്വാസത്തിലും ഞാനുണ്ട്. നിൻ്റെ ഹൃദയമിടിപ്പാണ് എൻ്റെ നാദം. നിനക്ക് തോന്നുന്നത് ഞാൻ ദൂരെയാണെന്ന്, പക്ഷേ ഞാൻ നിൻ്റെ കണ്ണുനീർ തന്നെയാണ്. ജീവിതം നിന്നെ എത്ര തളർത്തിയാലും ഞാൻ നിന്നെ കരുതുന്നു, കൈപിടിക്കുന്നു, നയിക്കുന്നു. ജീവിതം എന്തെടുത്താലും ഞാൻ നിന്നിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നിന്നിൽ വളർച്ച ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടരുത്. വിശ്വാസം പുലർത്തൂ, സ്നേഹം തീർക്കൂ, ദയയാകൂ. ഞാൻ നിന്നോടൊപ്പം ഇന്നും എന്നും നിത്യമായും ഉണ്ടാകും. ഓം നമഃ ശിവായ.